രാവിലെ ഉറക്കം എണീറ്റപ്പോഴേ എന്നെ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട്. ചിക്കൻ ആയോണ്ടൊന്നും പറയാതെ പോയി വാങ്ങി. അങ്ങനെ കുറച്ചു നേരം അവിടെ കോഴീനെയൊക്കെ കൊല്ലുന്നൊക്കെ നോക്കിയിരുന്നു. പാവം കോഴി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ മരിക്കും. ചിക്കൻ ഏത് കോലത്തിലാക്കി തന്നാലും ഞാൻ തിന്നും. വീട്ടിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് മാറ്റി വെച്ച്. എന്നിവിടെ ചിക്കൻ വാങ്ങിച്ചാലും ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും. ലാസ്റ്റ് ചീത്തയായി എടുത്ത് കളഞ്ഞിട്ട് വരെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ എന്തെങ്കിലും പെയിന്റ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ഒരു പെയിന്റ് വാങ്ങിച്ചിട്ട് എവിടെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ മൊത്തം അരിച്ച് പറയും. അത് വീട്ടിന്റെ അകത്ത് വരെ എത്തിയില്ലെന്ന് ഞാൻ പിന്നെയായിരുന്നു അറിഞ്ഞത്. 1 മണിക്കൂർ ഇത് നോക്കി നടന്ന് വരയ്ക്കാനുള്ള മൂടത്രയും പോയി. പിന്നെ ഞാൻ പോയി ചോറ് കഴിച്ച്. ഇത്രയും ചോറൊക്കെ എടുക്കുമെങ്കിലും അതിന്റെ പകുതിയെ ഞാൻ തിന്നോ. പക്ഷെ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നും. അങ്ങനെ തീറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫേസ് പാക്ക് ഒക്കെ മുഖത്തിട്ട്. അപ്പോഴത്തേക്കും അമ്മ പുറത്തുപോയിട്ട് വന്ന് വടയൊന്നുമില്ലേ. അയ്യോ ഇനി വടയും കൂടെ. അമ്മയ്ക്കിപ്പോൾ എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഞാൻ പോയി പായസം ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ച്. നെയ്യില്ലാതെയാണ് എന്നോട് പായസം ഉണ്ടാക്കാൻ പറയുന്നത്. ഞാനാണെങ്കിൽ സെറ്റായി നിൽക്കായിരുന്നു പായസം ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയി നെയ്യൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇവിടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് അപ്പുറത്ത് വിളിക്കും. അവിടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഫസ്റ്റ് നമ്മളെ വിളിക്കും. അങ്ങനെയാണ് ഇവിടെ. അങ്ങനെ നെയ്യൊക്കെ സെറ്റായി നമ്മൾ പായസം ഉണ്ടാക്കി. അടിപൊളി പായസമായിരുന്നു. പിന്നെ അമ്മേൻ്റെ കൂടെ മലക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയി. ഈ ഇടയായിട്ട് അമ്മ എന്നെ എപ്പോൾ കണ്ടാലും അയ്യോ കൊച്ചുണങ്ങിപ്പോയി എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് ചോറൊക്കെ വാരിത്തന്നു. അമ്മ എനിക്ക് വാരിത്തന്നുകൊണ്ട് അപ്പൊ തന്നെ അവക്കും ചോറ് വേണം. ഒരു അസൂയാലുമാണ് ഗൈസ് അവൾ. അങ്ങനെ തിന്ന് ആ ദിവസം അങ്ങ് അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ.